അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഇപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിലൊന്ന്. ആകെ ജനസംഖ്യയുടെ 65% യുവാക്കളായ ഇന്ത്യയിൽ കുത്തനെ ഉയരുന്ന തൊഴിലില്ലായ്മ നിരക്ക് വലിയ ആശങ്കയാണ്. ഗ്രാമീണ മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷം. ഇന്ത്യയിൽ ഇപ്പോൾ യുവതലമുറയ്ക്ക് ജോലിയില്ല, അതാണ് അവസ്ഥ. In the year 2000, around 35% of Indian youth were unemployed. By 2022, the number almost doubled. The ILO says about 65% of the youth in India are jobless. 65%. എന്നാൽ ആരും സംസാരിക്കാത്ത ഇതിലും വലിയ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. അതാണ് അൺഎംപ്ലോയബിലിറ്റി. 28% വരുന്ന യുവതലമുറ ജോലിക്ക് വേണ്ട സ്കില്ലില്ലാത്തവരാണ്. ഇങ്ങനെ പോയാൽ ഇന്ത്യ തൊഴിലില്ലാത്തവരിൽ ഒന്നാമതാകും. It's a critical moment in India's history. It now has the world's largest population and one of the youngest. Its fast-growing economy has vast potential. The challenge now is to seize the moment. ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 50%-ഓളം യുവതലമുറയാണ്. എന്ന് വെച്ചാൽ 25 വയസ്സോ അതിനു താഴെയോ വയസ്സുള്ളവരാണ്. അവരാണ് ഇനി വരുന്ന 30-40 വർഷം ഇന്ത്യയിൽ ജോലി ചെയ്യാൻ കഴിവുള്ളവർ. അവരാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. യങ് പോപ്പുലേഷൻ കൂടുതലുള്ളപ്പോൾ 1950-ൽ ജപ്പാനും 1980-ൽ ചൈനയും സാമ്പത്തികമായി ഉയർച്ച കൈവരിച്ച രാജ്യങ്ങളാണ്. But India has been growing fast. As of 2022, it ranked in the top 5 for the first time ever. It is widely projected that it will be behind only China and the USA by 2030. കുറച്ചുകൂടി ആഴത്തിൽ നോക്കുകയാണെങ്കിൽ യുവജനസംഖ്യയിൽ വലിയൊരു ഭാഗവും തൊഴിലില്ലാത്തവരാണ് എന്നതാണ് സത്യം. ബിരുദധാരികളായ 80% പേർക്കും ജോലിയില്ല. മൊത്തം തൊഴിലില്ലാത്തവരിൽ 83% പേരും 34 വയസ്സിന് താഴെയുള്ളവരാണ്. 83% of the jobless workforce in India is under 34 years of age. So most of the unemployed people are young, and this is worrying because India's young population is seen as a national asset. ഇവിടെയുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജോലികൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വലിയ സത്യം. രാജ്യത്ത് തൊഴിലവസരങ്ങൾ അവസാനിച്ചു എന്ന് തോന്നാം, പക്ഷേ കാര്യങ്ങൾ ഡീപ്പായി നോക്കിയാൽ ഓരോ വർഷവും 1 കോടിയിലധികം പേർ ബിരുദധാരികളായി പുറത്തിറങ്ങുന്നുണ്ട്. സ്വീഡൻ എന്ന രാജ്യത്തിലെ ജനസംഖ്യയോളം വരും ഇത്. ഒരുപാട് പേർ ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്നു. അതിൽ 50 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഒരു ജോലിയും ചെയ്യാൻ ക്വാളിഫൈഡ് അല്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുന്നവരിൽ പകുതിയോളം പേർ ക്വാളിഫൈഡ് അല്ല. ഏറ്റവും വലിയ കമ്പനിയായ TCS പുറത്തുവിട്ട കണക്കിൽ 80,000 ജോലികൾ ഒഴിഞ്ഞെടുക്കുകയാണ്, സ്കിൽഡ് ആയവരെ ലഭിക്കാത്തത് കൊണ്ട് മാത്രം. ഇന്ത്യയിൽ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല. വിശദമായി